അല്ല പറഞ്ഞു തീർന്നില്ല. എനിക്ക് കിട്ടിയ ചാൻസ് ഒന്ന് മിസ് ചെയ്യാൻ. ഇതിലെന്താ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തത് ഒക്കെ അല്ലേ. ഫ്ലോ കളഞ്ഞല്ല. അപ്പോൾ വല്ലാത്തൊരു സ്ഥലത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാ? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയുന്ന പോലെ തങ്കമണി റിലീസിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി നിങ്ങൾ തരുന്ന ട്രമൻഡസ് സപ്പോർട്ട്, അതിൽ പലർക്കും സമയം കിട്ടാത്തവരുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഏറെക്കുറെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെന്ന് കരുതുന്നു. ഇവർക്കൊക്കെ നമ്മുടെ സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇവർക്കൊക്കെ മറ്റു കാര്യങ്ങൾ എന്താണ് പറയാനുള്ളത് നോക്കാം. ദിലീപേട്ടനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത്തവണ നമ്മൾ കാണുന്നത് തങ്കമണി എന്ന സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ്. മാർച്ച് 7-നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1986 സംഭവിച്ച തങ്കമണി സംഭവം കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അന്ന് ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുകയും പിന്നീട് പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു സമൂഹത്തെ ഞെട്ടിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പത്രങ്ങളിലൂടെ വാർത്തകളിലൂടെ മാത്രമേ തങ്കമണിയെന്ന് അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ കഥാചർച്ചയും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് തങ്കമണി എന്ന ഗ്രാമത്തിൻ്റെ വേദന കൂടുതൽ ആഴത്തിൽ മനസ്സിലായത്. ഇതൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ഈ സിനിമ ഫിക്ഷൻ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. 2 കാലഘട്ടമുണ്ട്. 2 കാലഘട്ടത്തിൽ അഭിനയിച്ചിരിക്കുന്ന കലാകാരന്മാരും കലാകാരികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിലെല്ലാവരും നിങ്ങൾക്ക് പരിചയമുണ്ട്. നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്, കന്നഡ, തെലുങ്കു സിനിമകളിൽ വളരെ സജീവമായ അവിടുത്തെ ഏറ്റവും വലിയ ഹീറോയിൻസിൽ ഒരാളാണ് പ്രണീത സുഭാഷ്. നമ്മുടെ ഈ സിനിമയിൽ വന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രത്തെയാണ് പ്രണീതജി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന നീതപ്പിള്ള ഇതിൽ മറ്റൊരു കഥാപാത്രമാണ്. ഞാൻ ഇവരെ 2 പേരെ ആദ്യം പരിചയപ്പെടുത്താം, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുണ്ട്. ഇതിൽ വളരെ എനിക്ക് പ്രത്യേകം അറിയാം, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അജ്മൽ ഈ സിനിമയിൽ വന്ന് ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. പൈസ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതൊന്നുമല്ല. വല്ലതുണ്ടോ എന്ന് ചോദിച്ചിട്ട് അല്ല പറഞ്ഞു തീർന്നില്ല. എനിക്ക് കിട്ടിയ ചാൻസ് ഒന്ന് മിസ് ചെയ്യാൻ അല്ല, ഫ്ലോ കളഞ്ഞല്ല. അപ്പോൾ അജ്മൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൺട്രീസിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ഇപ്പോൾ ഈ സിനിമയിൽ അവരിവിടെ ഇല്ല. മനോജ് കെ ജയൻ, സിദ്ദിഖും മനോജിയും നേരത്തെ തുടങ്ങി പല സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ഉണ്ടായതാണ്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ മറ്റു ആളുകൾ കൂടുതൽ പുതിയ കോംബോ ആണ് ശരിക്കും. പിന്നെ അമ്പിയ ചേച്ചി, പുള്ളിക്കാരത്തെ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സ്മിനു ഒരുമിച്ച്, വോയിസ് ഓഫ് സത്യനാഥൻ, പിന്നെ ഇവർ ശിവകാമിയും സുദേവൊക്കെ നമുക്ക് പുതിയ ആൾക്കാരാണ്. സംവിധായകൻ എനിക്ക് പുതിയ ആളാണ്. പിന്നെ രമ്യ കോടതി സമക്ഷം ബാലമക്കിൽ അഭിനയിച്ചിട്ടുണ്ട്. മാളവികയും പുതിയതാണ്. അസീസ് നമ്മൾ ആദ്യമായിട്ടാണല്ലേ. രമേശ് ചേട്ടൻ, പിന്നെ വോയിസ് ഓഫ് സത്യനാഥൻ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദവും ഈ സിനിമയുടെ വരവിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമ ഞാൻ ചെയ്ത ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് തങ്കമണി എന്ന നമ്മുടെ നാടിന് നടുക്കിയ സംഭവത്തിലേക്ക് ഈ ഒരു സിനിമയാവുന്നതും. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ ബാക്കി എല്ലാവരും നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് പറയുന്നതായിരിക്കും. അങ്ങനെയൊക്കെ അല്ലേ. നമ്മളിപ്പോൾ 2018 എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നമ്മളിത് കണ്ടറിയുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഇവിടുന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ആ സിനിമ. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അതിൽ. പക്ഷെ അത് എങ്ങനെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അതിൽ പുതിയതായിട്ട് എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള ജിജ്ഞാസ തന്നെയാണ് നമ്മളെല്ലാവരും ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്. എന്ന് പറയുന്ന പോലെ തന്നെ
നമുക്കറിയാവുന്ന റിയൽ ഇൻസിഡൻസ് ഇപ്പോൾ ഒരുപാട് ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ ഉള്ളതിൽ വന്നപ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ എന്തുകൊണ്ട് ആ സിനിമ സക്സസ്ഫുൾ ആവുന്നു? നമ്മളെല്ലാവരും കൂടി അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ 18 വർഷം മുമ്പ് നമ്മളിത് അറിഞ്ഞതാണ്. നമുക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് കാണാൻ പോകുന്നു? എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കണേ എന്നുള്ളത് അറിയാനുള്ള ജിജ്ഞാസയുണ്ട്. അതുപോലെ പക്ഷേ ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ റിയാലിറ്റിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിലെന്താ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തതൊക്കെ. അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അത് കോടതിയിൽ എത്തുകയും കോടതി അത് സെൻസർ ബോർഡ് കാണട്ടെ എന്ന് തീരുമാനിക്കുകയും സെൻസർ ബോർഡ് കണ്ടപ്പോഴാണ് തങ്കമണി എന്നുള്ള പേര് ആ സിനിമയ്ക്ക് യോജ്യമാണ്, അത് മാറ്റുകയും വേണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഈ സിനിമ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിന് എന്ന് വെച്ചാൽ കേരളത്തിലെ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ സ്ഥലത്ത് വന്ന ഒരു സങ്കടം അത് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തുയർത്തുകയും നമ്മൾ ഈ സിനിമ ആ ഗ്രാമത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നും കാണാതെ കിടന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, എന്താണ് അവിടെ നടന്നത്, ആര് കാരണമാണ്, എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മൊത്തം കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അടിക്കുന്ന ഗൂഗിളിൽ ഉണ്ടാവില്ല. നമ്മുടെ ഈ സിനിമയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചേക്കണത്, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ ആ ജിജ്ഞാസ എന്ന് പറയുന്ന സാധനം തന്നെയാണ്, അത് മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഏത് സിനിമ വരുമ്പോഴും ഈ സിനിമയിൽ എന്താണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ സിനിമ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഒരു അവകാശവാദങ്ങളും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ കാണുക, ഇത് നമ്മൾ ഉണ്ടായ സംഭവമാണ്, പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കാണുക, അതേ നമ്മൾ പറയുന്നുള്ളൂ. അല്ല, ഒരു സിനിമയ്ക്ക് ഞാൻ ഓടിയതുകൊണ്ടൊരു സിനിമ ഓടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വല്ലാത്തൊരു റിസർച്ച്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാ? അതല്ല, അത് ആ കണ്ടൻറ്റ്, ആ സ്റ്റോറി എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. പിന്നെ ഈ കഥയിൽ ചില സ്ഥലത്ത് നിന്ന് നമ്മൾ പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട്. അപ്പോൾ ഓടിയില്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാളെന്ന് പറയുന്ന പല അവസ്ഥകളിൽ നമ്മൾ ചിലപ്പോൾ ഓടിയെന്നിരിക്കും.